സുരക്ഷാ ക്ലിയറൻസിൽ കുടുങ്ങി ഭവനരഹിതർക്കായി കൊച്ചി കോർപ്പറേഷൻ നിർമ്മിച്ചു നൽകിയ ഫ്ളാറ്റ് സമുച്ചയം. ഫോർട്ട് കൊച്ചിയിലെ തുരുത്തി ട്വിൻ ടവറുകൾ ഉദ്ഘാടനം കഴിഞ്ഞ 10 മാസം പിന്നിട്ടിട്ടും കൈമാറാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇന്റലിജൻസ് ബ്യൂറോയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഗുണഭോക്താക്കൾക്ക് പോലീസ് ക്ലിയറൻസ് എടുക്കാനുള്ള ശ്രമത്തിലാണ് കോർപ്പറേഷൻ. ഭവനരഹിതരായ 394 കുടുംബങ്ങൾക്കാണ് ഫ്ളാറ്റുകൾ നിർമ്മിച്ചത്. ഭവനരഹിതർക്കായി കൊച്ചി കോർപ്പറേഷൻ നിർമ്മിച്ചു നൽകിയതാണ് ഫോർട്ട് കൊച്ചിയിലെ ഇരട്ട ഫ്ളാറ്റുകൾ. രാജീവ് ആവാസ യോജന പ്രകാരം 12 നിലയുള്ളതും കൊച്ചി സ്മാർട്ട് സിറ്റി മിഷനുമായി ചേർന്ന് 13 നിലയുള്ളതുമായ 2 ടവറുകളാണ് ഇവിടെ ഒരുങ്ങിയത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഉദ്ഘാടനം ചെയ്യുകയും ഗുണഭോക്താക്കളായ ഏതാനും കുടുംബങ്ങൾക്ക് താക്കോൽ കൈമാറുകയും ചെയ്തു. എന്നാൽ മാസങ്ങൾ പിന്നിട്ടിട്ടും ഫ്ളാറ്റുകൾ കൈമാറാൻ സാധിച്ചിട്ടില്ല. ഇത് ഇപ്പൊ കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ 68 കുടുംബങ്ങൾ ഇവിടെ. അപ്പോൾ അവരെ അങ്ങോട്ട് മാറ്റും എന്നാണ് പറഞ്ഞത്. ഇതുവരെ ആയിട്ടില്ല. കഴിഞ്ഞ സർക്കാർ വന്നിട്ട് ഉദ്ഘാടനം ചെയ്തു ഇത് താക്കോൽദാനം. ഇപ്പം കുടിയന്മാരും പിന്നെ വലിയന്മാരൊക്കെയാണ് ഇവിടെ താമസിക്കണം. പിന്നെ അത് സുഖമാണ്. പാമ്പുകളാണ് ഇപ്പോൾ ഇവിടെ താമസിക്കണം, മനുഷ്യരല്ല. തന്ത്രപ്രധാന മേഖലയായ ഫോർട്ട് കൊച്ചിയിൽ നിർമ്മിച്ച ഫ്ളാറ്റിന് സുരക്ഷാ ക്ലിയറൻസ് ഇല്ലാത്തതാണ് ഫ്ളാറ്റ് കൈമാറ്റത്തിന് തടസ്സം. നാവികസേനയുടെ പരിശീലന കേന്ദ്രമായ INS ദ്രോണാചാര്യ, ദക്ഷിണ നാവിക ആസ്ഥാനം, കൊച്ചി തുറമുഖം, LNG ടെർമിനൽ, വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ എല്ലാം ഫ്ളാറ്റ് സമുച്ചയത്തിന് അടുത്തായതാണ് സുരക്ഷാ ക്രമീകരണങ്ങൾക്ക് കാരണം. ഇന്റലിജൻസ് ബ്യൂറോയുടെ നിർദ്ദേശപ്രകാരം ഇവിടെ താമസിക്കുന്നവർക്ക് പോലീസ് ക്ലിയറൻസ് ആവശ്യമാണ്. ഫ്ളാറ്റ് വളപ്പിനുള്ളിൽ പോലീസ് കൺട്രോൾ റൂം ഉൾപ്പെടെ നിരവധി വ്യവസ്ഥകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവ പൂർത്തിയാക്കാൻ കഴിയാതായതോടെയാണ് ഫ്ളാറ്റ് കൈമാറ്റം വൈകിയത്. താമസക്കാരുടെ പോലീസ് ക്ലിയറൻസ് പൂർത്തിയാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നതായി കൊച്ചി കോർപ്പറേഷൻ മേയർ VK മിനിമോൾ പറഞ്ഞു. സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്റലിജൻസ് ബ്യൂറോയിൽ നിന്നും നമുക്കൊരു കോള് ഗവൺമെൻറ് വരികയും ഗവൺമെൻറ് അത് കളക്ടർ വഴി ഒരു മീറ്റിംഗ് വിളിക്കുകയൊക്കെ ചെയ്തിരുന്നു. അവർ ബന്ധപ്പെട്ട കുറച്ച് നിർദ്ദേശങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ആ വർക്ക് കൂടി ഇനി പൂർത്തീകരിക്കാനുണ്ട്. അത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസിൻ്റെ ക്ലിയറൻസ് ലിസ്റ്റ് നേരത്തെ 2012 അത് തുടങ്ങുമ്പോൾ ഉള്ള ഒരു ലിസ്റ്റാണ്. ആ ലിസ്റ്റിൻ്റെ പോലീസ് ക്ലിയറൻസ് ആവശ്യമാണ്. താമസിക്കാൻ നമ്മൾ ഫ്ലാറ്റ് കൊടുക്കുന്ന ആളുകളുടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അതൊക്കെ നമ്മൾ ഇപ്പോൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസിലേക്ക് ലിസ്റ്റ് കൈമാറിയിട്ടുണ്ട്. 394 കുടുംബങ്ങൾക്ക് താമസിക്കാൻ കഴിയുന്നതാണ് ഫ്ളാറ്റുകൾ. മട്ടാഞ്ചേരി, തുരുത്തി, കൽവത്തി, കോഞ്ചേരി എന്നിവിടങ്ങളിൽ നിന്നാണ് ഗുണഭോക്താക്കളെ കണ്ടെത്തിയത്. ഇവരിൽ 218 കുടുംബങ്ങൾക്ക് അലോട്ട്മെന്റ് കഴിഞ്ഞു. 110 കുടുംബങ്ങൾക്ക് സ്വന്തം വീടില്ലെന്ന രേഖ ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല. ഇതിനു വേണ്ട നടപടികളും ആരംഭിച്ചതായി മേയർ അറിയിച്ചു. 10 മാസങ്ങൾക്ക് മുമ്പ് അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ ഫ്ളാറ്റുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. സുരക്ഷാ ക്ലിയറൻസിൽ കുടുങ്ങിയതോടെ അന്ന് താക്കോലേറ്റ് വാങ്ങിയ കുടുംബങ്ങൾക്കാർക്കും തന്നെ ഇതുവരെ ഇവിടെ താമസിക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ക്യാമറമാൻ വിപിൻ ആലുവയ്ക്കൊപ്പം കിരൺകുമാർ, അമൃത ന്യൂസ്, കൊച്ചി.